ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റം കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന രാശിക്കാർ അതാണ് വിചിന്തനം ചെയ്യുന്നത്. അതായത് 2025 മാർച്ച് മാസം 29-ാം തീയതി ശനിഗ്രഹം മീനം രാശിയിലേക്ക് മാറും. അതുപോലെ 2025 മെയ് മാസം 14-ാം തീയതി വ്യാഴഗ്രഹം മിഥുനം രാശിയിലേക്ക് മാറും. ഈ രണ്ട് ഗ്രഹങ്ങളുടെയും മാറ്റം അത് ഏത് രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി വളരെയധികം ഉയർച്ചകളും നേട്ടങ്ങളും ഒക്കെ പറയുക സ്വാഭാവികമാണ്. ശനിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു തമോ ഗുണ പ്രധാനിയായ ഗ്രഹമാണ്. പല കാര്യങ്ങൾക്കും ദോഷത്തെ ചെയ്യും. എന്നാൽ വ്യാഴമാകട്ടെ വളരെയധികം നന്മകൾ തരുന്ന ഒരു ഗ്രഹമാണ്. ശനിയുടെ ദോഷം ഏൽക്കാതിരിക്കുകയും വ്യാഴത്തിൻ്റെ അനുഗ്രഹം കിട്ടുകയും ചെയ്യുന്ന പ്രധാന രാശികളാണ് വിചിന്തനം ചെയ്യുന്നത്. ഈ രാശിക്കാർക്കെല്ലാം ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിച്ചേരും. അത് പ്രധാനമായിട്ട് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇവർക്ക് കണ്ടകശനിയൊക്കെ മാറുകയാണ്. അതുപോലെ തന്നെ ധനസ്ഥാനത്തേക്ക് വ്യാഴം മാറുന്നു. അപ്പോൾ അത് സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണല്ലോ വ്യാഴം. അത് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു അനുഭവമായിരിക്കും വന്നു ചേരുന്നത്. അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിച്ചതിലധികം ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു വർഷം. ശനിയുടേതായ മറ്റ് ദോഷങ്ങളൊന്നും ബാധിക്കുകയുമില്ല. അങ്ങനെയുള്ള ഈ രാശിക്കാർക്ക് തൊഴിൽ പുരോഗതി വന്നു ചേരും, സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും, ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കലാപരമായ അഭിവൃദ്ധികൾ, അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രകാരം തന്നെ വിജയങ്ങൾ ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. ദാമ്പത്യ ജീവിതത്തിൽ അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ ഇത് യോഗമുണ്ട്. അതുപോലെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും പുതിയ നൂതന രീതിയിലുള്ള കൃഷിയൊക്കെ അവലംബിക്കുക വഴി കാർഷിക രംഗത്ത് നിന്ന് ആദായം ലഭിക്കുന്നതിനും, കാർഷികം മാത്രമല്ല പാരമ്പര്യമായിട്ട് പല രീതിയിലും പരാജയപ്പെട്ട് നിൽക്കുന്ന തൊഴിലുകൾ ചെയ്തിരിക്കുന്നവർക്കും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം പ്രധാനമായിട്ട് അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു വർഷമാണ്. മറ്റൊരു രാശിക്കാരാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വലിയ കാര്യം 9-ാം ഭാവമായ ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം മാറുന്നു. അപ്പോൾ ശനിയാകട്ടെ അവർക്ക് 6-ലേക്കാണ് മാറുന്നത്. 9-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവമാണ്. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും മേലധികാരികളും ഒക്കെ കൂടെ നിൽക്കും. 6-ലെ ശനി അലറി വാഴും എന്നൊരു ചൊല്ലുണ്ട്. അതായത് സേവന രംഗത്ത് കർമ്മോത്സുകമാകുകയും കടങ്ങളൊക്കെ വീടുകയും അല്ലെങ്കിൽ മറ്റ് ദോഷങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ജാതകാൽ കൂടി ദോഷങ്ങൾ ഉള്ളതാണ് എങ്കിൽ പോലും ദോഷങ്ങളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ ധനാഗമനയോഗവും ഉണ്ടാകും. ആരോഗ്യം പൊതുവെ മെച്ചപ്പെട്ട് വരും. രോഗങ്ങൾക്കൊക്കെ ശിഥിലമാകുക, കടങ്ങൾ കുറയുക, നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോവുക. അത് ഞാൻ ഈ പറഞ്ഞ 2 രാശിക്കാർക്കും ഇത് ബാധകമാണ് പ്രധാനമായിട്ട്. അതുപോലെ തന്നെ അധിക സാഹസികത പാടില്ല. ദാമ്പത്യ ജീവിതത്തിൽ അഭിവൃദ്ധികൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലേക്കൊന്നും ഈ 2 രാശിക്കാർക്കും
ശനിയുടെ അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല. രണ്ട് ഗ്രഹങ്ങളും പരസ്പരം ബന്ധുക്കളാണ്. അതുകൊണ്ട് അധിക ദോഷങ്ങളൊന്നും ചെയ്യുകയില്ല. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് നടക്കുന്നതിന് ഒക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ ഗൃഹം വന്നു ചേരുന്നതിനും വാഹനം വന്നു ചേരുന്നതിനും യോഗമുണ്ട്. അതുപോലെ അനാവശ്യ ചിലവുകൾ കഴിവതും ഒഴിവാക്കുക. അതായത് എപ്പോഴും നമുക്ക് ഒരുപോലെ ധനം വന്നുകൊള്ളണമെന്നില്ല, വലിയ വലിയ ജോലിക്കാരായാൽ. എന്നിരുന്നാൽ ചില സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ അധിക ചിലവുകൾ വരും. അതിലേക്കായിട്ട് നമ്മൾ ഒരു കരുതൽ എപ്പോഴും ഈ രാശിക്കാർ വേണ്ടതാണ്. കരാർ ജോലിയിലൊക്കെ ഏർപ്പെടുന്നവർ പുതിയ പുതിയ ഉടമ്പടികൾ ഒപ്പുവയ്ക്കുകയും തൊഴിലുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നതും ഒക്കെ ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റം കൊണ്ട് നല്ലതാണ്. ശുഭകാര്യങ്ങളിൽ മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും സന്തോഷിക്കുവാനും ഉല്ലാസയാത്ര പോകുവാനും ഒക്കെ ഈ രണ്ട് രാശിക്കാർക്കും സാധിക്കും. പ്രത്യേകിച്ച് സംസാരമൊക്കെ നിയന്ത്രിക്കുക. ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. നേതൃപാടവത്തോടുകൂടി പ്രവർത്തിക്കുക വഴി ഒരു സ്ഥാനമാനങ്ങൾ, അത് ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരായാലും, പ്രത്യേകിച്ച് സമുദായ സംഘടനയായാലും രാഷ്ട്രീയ സംഘടനയായാലും ഒക്കെ വിജയങ്ങൾ വന്നു ചേരും. ഇരുട്ടിൽ പെട്ടുകിടക്കുന്ന ഈ നക്ഷത്രക്കാർ ഒരു പുതിയ വെളിച്ചം കണ്ട് വെളിച്ചത്തിലേക്ക് പ്രവേശിച്ച് പ്രവർത്തിച്ച് വിജയിക്കും. അതിനൊക്കെയുള്ള കാര്യങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ മനപ്രയാസം, മനോദുഃഖം ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ പോലും അതൊക്കെ മാറി നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഗൃഹോപകരണങ്ങളും വാഹനവും ഒക്കെ വന്നു ചേരുവാനും അതുപോലെ തന്നെ പൂർവികമായ സമ്പത്ത് വന്നു ചേരുന്നതിനുമൊക്കെ അത് യോഗം. മേലധികാരികളുടെ ഒരു അംഗീകാരവും സഹപ്രവർത്തകരുടെ ഒരു സഹകരണവും ഒക്കെ വന്നു ചേരുക തന്നെ ചെയ്യും. ഇവരെ ഏറ്റവും പ്രധാനമായിട്ട് കൂടുതൽ അഭിവൃദ്ധികൾ ഉണ്ടാകുവാൻ ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ, ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തുക, ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഉത്തമമാണ്. അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം സ്ഥിരമായിട്ട് ജപിക്കുന്നതും അന്നദാനത്തിലൊക്കെ പങ്കെടുക്കുന്നതും ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണന് പാൽപായസം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നിച്ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ദോഷങ്ങളൊക്കെ മാറുവാൻ പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.